മിസ്റ്റീരിയസ് ഫാൻറ്റസി മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? അക്കൂട്ടത്തിലൊരാളാണ് ഞാനും. അങ്ങനെ ഒരു പടം കാണാമെന്ന് തോന്നിയപ്പോൾ നേരെ ഗൂഗിൾ ചെയ്തു. അങ്ങനെ കിട്ടിയ പടം അഗത്യ. ഈ പേരിൻ്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ തന്നെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ സിനിമ അടിപൊളിയാട്ടോ. പടം തുടങ്ങിയാൽ അവസാനിക്കുന്ന വരെ ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കണ്ടേ? അതിന് വേണ്ടതെല്ലാം തന്നെ ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ റിവെഞ്ചിനെ പറ്റി പറയുന്നുണ്ട്, ഫാമിലി സ്റ്റോറിയാണ്, ഇമോഷൻ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഇതിൽ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്തൊരു കാര്യം 2025 നിൽക്കുമ്പോഴും 1940 കഥ പറയുന്ന ഒരു മൂവിയാണിത്. ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വലിയ ധാരണകളൊന്നും നമുക്കില്ല. എന്നിരുന്നാലും എല്ലാവരെയും കൺവിൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മേക്കിംഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പടത്തിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇളയരാജ സാറിൻ്റെ എൻ ഇനിയ പൊൻനിലാവേ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ റീമിക്സ് ആണ്. ഈ പടത്തിലെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ യുവൻ ശങ്കർ രാജയാണ്. അദ്ദേഹം തന്നെയാണ് ഈ പാട്ടിൻ്റെ റീമിക്സും ഈ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും ഈ പാട്ട് ഇറങ്ങിയത് 1980 നമ്മുടെ സിനിമയിൽ നടക്കുന്നത് 1940. അതും തന്നെയല്ല, സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. സോ ഫ്രഞ്ചാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയും കൂടി ചെറുതായി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റീമിക്സ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം പോയത് രാജാ സാറിൻ്റെ മ്യൂസിക് തന്നെയാണ്. കമ്പാരിസനൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 2 പാട്ടും എടുത്ത് കാണണം. അതായത് അഗത്യ മൂവിയിലെ ഈ റീമിക്സ് ചെയ്ത സോങ്ങും എൻ ഇനിയ പൊൻനിലാവേ എന്നുള്ള ഒറിജിനൽ സോങ്ങും എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2 ലെജൻസിനെയും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും നന്നായിട്ടുണ്ട്. ഇതിന് സ്റ്റോറി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഡയറക്ടറായിട്ടുള്ള ജീവ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഇടുകയാണ്. ആ സെറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതിന് വേണ്ടി ചിലവഴിക്കുകയാണ്. പക്ഷേ ആ പടം നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മൊത്തം സ്പെൻഡ് ചെയ്തില്ല, പൈസ പോവില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് അവർക്കൊരു ഐഡിയ വരുന്നത്. ആ പ്ലാൻ വെച്ചിട്ട് ഇവർ സക്സസ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രശ്നം കടന്നു വരുന്നത്. അങ്ങനെയാണ് സ്റ്റോറി ഡെപ്തിലേക്ക് നമ്മൾ പോകുന്നത്. സോ അതിനുശേഷം ഈ ഹൊററും ഫാൻറ്റസിയും എല്ലാം കടന്നു വരുന്നുണ്ട്. ഇതൊരു ഹൊറർ സ്റ്റോറിയാണ്. ഇതിലത്തെ ഹൊറർ സീൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു കൗതുകവും ഒരു പേടിയും ഒക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ നന്നായി തന്നെ ഇതിലത്തെ ഹൊറർ സീക്വൻസ് എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അഗത്യ ഒരു തമിഴ് ഹൊറർ മൂവിയാണ്. ഈ സിനിമ തമിഴിന് പുറമെ തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളിലും റിലീസായിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള പാ വിജയാണ് ഇതിൻ്റെ സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത്. സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് അർജുനും ജീവയാണ്. പിന്നെ ഇതിലെ ഹീറോയിൻ റാഷി തന്നെയാണ്. നല്ലൊരു കാസ്റ്റ് തന്നെയാണ് ഈ മൂവിയിലുള്ളത്. ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ബംഗ്ലാവും അതിലെ മൊത്തം മേക്കിങ്ങും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ഒരു ഹൊറർ ഫീല് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിലെ സോങ്സിലെല്ലാം ചെറിയൊരു വെറൈറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി. നന്നായിട്ടുണ്ട്. അഗത്യ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആയിട്ട് ഇംഗ്ലീഷിൽ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ എന്നാണ്. ഇതൊരു ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ ഈ പേര് ഇതിന് നന്നായി ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു റിവെഞ്ചിനുള്ള സ്കോപ്പും ഈ പേരിന്ന് തന്നെ ഈ പടം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ പടത്തിൽ ഏറ്റവും നന്നായിട്ട് എടുത്തു പറയേണ്ടത് ആ മേക്കിംഗ് ആണ്. 2 കാലഘട്ടം തമ്മിൽ കാണിക്കുമ്പോൾ ഒരു സിനിമയിൽ തന്നെ വരുമ്പോൾ അതിൻ്റെ കളറിങ്ങും ഡിഫറൻസിയേഷനും എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നു. ഈ മൂവിയുടെ ആർട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം നല്ല രീതിയിൽ തന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് ആയാലും അതിൻ്റെ മേക്കിംഗ് ആയാലും സെറ്റ് ആയാലും സ്റ്റോറി ആയാലും അതിൻ്റെ കാസ്റ്റ് ആയാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. ഫാൻറ്റസി, മിസ്റ്ററി, ഹൊറർ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് തന്നെയുള്ള മൂവിയാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. നമ്മൾ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ അത് എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. നല്ല രീതിയിൽ തന്നെ ആ ഫൈറ്റ് വന്നിട്ടുണ്ട്. ആ ആക്ഷൻ സീക്വൻസൊക്കെ ശരിക്കും ഒരു ബോളിവുഡ് സ്റ്റൈലിലാണ് അവർ മേക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയാലും നല്ലൊരു ഇമോഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു റിവെഞ്ച് സ്റ്റോറി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. സോ ഓവറോൾ ഒരു നല്ല മൂവിയാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ പടം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.